ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ സൈത്ത് എന്ന ടൂളിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, പുല്ല് വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം. ഒട്ടുമിക്ക പേർക്കും സംഭവം എന്താണെന്ന് അറിയാം. എന്നാലും ഞാൻ ഇത്രയും നാളും പറമ്പ് വൃത്തിയാക്കാൻ കൈക്കോട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു റീലിലാണെങ്കിൽ ഈ അടുത്ത് ചൈനക്കാർ ഈ സാധനം ഉപയോഗിക്കുന്നത് കണ്ടാണ് എനിക്ക് കൗതുകം വന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വിൻസെൻ്റ് ചേട്ടൻ്റെ കടയിൽ ഈ സാധനം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരെണ്ണം ഞാനും മേടിച്ചു. നമ്മുടെ ഫ്ലിപ്കാർട്ടിലെല്ലാം ഈ ഐറ്റം അവൈലബിൾ ആണ്. ഇതിന്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ സൈത്ത് എന്നാണ്. Scythe. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. എൻ്റെ കയ്യിൽ കിട്ടിയ ടൂളിന് ഏതാണ്ട് Rectangular. ഉള്ള ഒരു ബ്ലേഡാണ്. അതിന്റെ 2 ലോങ് എഡ്ജ് ഷാർപ്പായിട്ടുള്ളത്. ഇത് കൺവെൻഷണൽ രീതിയിലുള്ള സ്കൈത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കൺവെൻഷണൽ രീതിയിലുള്ള ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കട പോകാതെ പുല്ല് ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് തൂമ്പയുടെയും സൈത്തിൻ്റെയും ഒരു മിക്സ്ഡ് യൂസാണ് വരുന്നത്. ഒരു വിധപ്പെട്ട പുല്ലൊക്കെ ഇതിൽ നിന്ന് പറിച്ചു കൊടുക്കാം, ചെത്തിയും കളയാം. നമ്മൾ ചെറുപ്പത്തിൽ ഈ വടി വെച്ച് തല്ലി കളിക്കുന്ന ഒരു ഫീലാണ്. ആ വീഡിയോയിൽ കണ്ട പോലെ സ്മൂത്തായിട്ട് നമുക്ക് അങ്ങോട്ട് കിട്ടത്തില്ല. പിന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്ത് ശീലമില്ലാത്തതിൻ്റെ ഒരു പരിചയക്കുറവും നമുക്ക് ഫീൽ ചെയ്യും. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ആദ്യമായിട്ട് പ്രചാരത്തിൽ വരുന്നത്. പിന്നെ അതിനുശേഷം യൂറോപ്യന്മാരാണ് ഇതിൻ്റെ മോഡേണൈസ്ഡ് രൂപം ഉപയോഗിച്ച് പിന്നെ അത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഇന്ന് കാണുന്ന രൂപത്തിലോട്ടായത്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പൈസക്കുള്ള മുതലുണ്ട്. നമുക്കധികം കഷ്ടപ്പെടാതെ പറമ്പ് വൃത്തിയാക്കാൻ പറ്റും. പുതുതായൊരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ക്ലയൻറ്റ് നമുക്കൊരു 10 സെൻറ്റ് സ്ഥലം ഇതുപോലെ പുല്ല് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥലം വൃത്തിയാക്കാൻ തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടൂളിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഒരെണ്ണം ഉണ്ടായിരിക്കുന്നതാണ്. സ്ത്രീകൾക്കും ഇത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അധികം അധ്വാനമില്ല, വെറുതെ ഒന്ന് വീശി കൊടുത്താൽ മതി. പിന്നെ ഇത് എൻ്റെ ചാനലിൽ 50 സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.